സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക് ആണ്. പല റേഡിയേഷൻസ്, അതായത് സ്പെക്ട്രം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് എന്താ സ്പെക്ട്രം എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള എനർജി ഉണ്ട്. ആ എനർജി നമ്മുടെ മാറ്ററിലെ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ്, ആറ്റം, ന്യൂക്ലിയസ് അതിൽ ഏതെങ്കിലും ഒരു ഇതിൽ ചേഞ്ചസ് വരുത്തും. ആ ചേഞ്ചസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റാസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു സ്പെക്ട്രം എടുക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു സാമ്പിളിനകത്ത് ഏതൊക്കെ ആറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, ദെൻ ഫൈനലി നമുക്ക് ആ ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതില് UV വിസിബിൾ സ്പെക്ട്രം ആണ് നമുക്കിനി സിലബസിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോ നമ്മള് UV വിസിബിൾ റേഞ്ച് എന്ന് പറഞ്ഞാല് നമ്മൾ എടുക്കുന്ന റേഞ്ച് ഒരു 200 to 800 നാനോമീറ്റർ വരെയാണ് നമ്മൾ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. UV ഉണ്ട്, വിസിബിൾ റേഞ്ചും ഉണ്ട്. ഓക്കെ, അപ്പൊ UVയുടെ റേഞ്ച് കുറച്ചും കൂടി താഴെ വരും. UVയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 100 നാനോമീറ്റർ മുതൽ 400 നാനോമീറ്റർ വരെയാണ്. അതിനോടൊപ്പം നമ്മളൊരു ഇതിനെ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് 800 നാനോമീറ്റർ വരെ ആക്കുമ്പോൾ നമുക്ക് വിസിബിൾ റീജിയനും കൂടി അതിനകത്തേക്ക്, അല്ലെങ്കിൽ വിസിബിൾ റേഡിയേഷൻ കൂടി നമുക്ക് അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതില് നമ്മളിപ്പോ ഈ ഒരു ഇപ്പൊ സപ്പോസ് 100 മുതൽ 800 നാനോമീറ്റർ വരെയാണ് ഇപ്പൊ നമ്മൾ UVയുടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, 100 മുതൽ എടുക്കാം, 100 മുതൽ 800 നാനോമീറ്റർ വരെയാണ് നമ്മുടെ ഓവറോൾ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ വേവ് ലെങ്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് ഈ 100 മുതൽ 200 വരെ ഉള്ളവരെ, 100 മുതൽ 200 വരെ നാനോമീറ്റർ ഉള്ളവരെ നമ്മൾ ഫാർ UV എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ വാക്യൂം UV എന്ന് വിളിക്കും. ഓക്കെ, ഫാർ UV അതായത് വിസിബിൾ ലൈറ്റിനെ കുറച്ച് ദൂരെ നിൽക്കുകയാണ് അല്ലെ, വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാൾ കുറച്ച് എന്താണ് ഡിഫറൻസ് ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് ഇതിനെ ഫാർ UV, അത് തന്നെയാണ് എന്ത് വാക്യൂം UV എന്ന് വിളിക്കുന്നത്. ഇനി അതേസമയം നമ്മുടെ 200 മുതൽ 400 വരെയുള്ള വേവ് ലെങ്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണത്, നിയർ UV ആണ്. കാരണം 400 മുതൽ ആര് തുടങ്ങുവാണ്, വിസിബിൾ റേഞ്ച് തുടങ്ങുവാണ് അല്ലെ. അപ്പോൾ 200 മുതൽ 400 വരെ വേവ് ലെങ്ത് റേഞ്ചിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്, നിയർ UV എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് വിസിബിൾ റേഞ്ചിന് അടുത്ത് വരുന്നത് കൊണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡേറ്റ കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നമുക്കിത് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫാർ UV, അതായത് മാച്ച് ദി ഫോളോയിങ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫാർ UV, നിയർ UV, അതുപോലെ ഇൻഫ്രാറെഡിന്റെ ആ ഒരു രീതിയിലൊക്കെ വെച്ചിട്ട് നമുക്ക് മാച്ച് ദി ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റേഞ്ച് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഓവറോൾ UV വിസിബിൾ സ്പെക്ട്രത്തിന്റെ വേവ് ലെങ്ത് റേഞ്ച് 100 to 800 നാനോമീറ്റർ ആണ്. ഓക്കെ, ഇനി ഒരു UV റേഡിയേഷൻ അല്ലെങ്കിൽ ഒരു UV വിസിബിൾ റേഡിയേഷൻ ഒരു മാറ്ററിൽ വന്ന് വീഴുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക? ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് UV വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്? നമുക്കൊരു ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ ഇലക്ട്രോൺസിന്റെ എക്സൈറ്റേഷൻ ആണ്, അല്ലെങ്കിൽ പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ദി ഹയർ എനർജി സ്റ്റേറ്റ് ആണ് അല്ലെ. ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസുകൾ എനർജി അക്വയർ ചെയ്തുകൊണ്ട് അവര് ഹയർ സ്റ്റേറ്റിലേക്ക് പോകും. അങ്ങനെ എല്ലാ എനർജി അക്വയർ ചെയ്യാൻ പറ്റുമോ? അല്ല. ആ അടുത്തടുത്ത 2 ലെവലുകൾ തമ്മിലുള്ള ഒരു എനർജി ചേഞ്ച് ഉണ്ട് അല്ലെ, ഡെൽറ്റ ഇ. അത് ആ വരുന്ന റേഡിയേഷന്റെ എനർജിക്ക് ഇക്വലന്റ് ആണെങ്കിൽ മാത്രമാണ് അവിടെ നമുക്ക് ആ ഒരു പ്രൊമോഷൻ സാധ്യം, അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഏത് ഇലക്ട്രോൺസുകളാണ് എക്സൈറ്റ് ചെയ്യപ്പെടുന്നത്? അതാണ് നമ്മളിപ്പോ ഒരു കോമ്പൗണ്ട് കൺസിഡർ ചെയ്യുവാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്പീഷീസ്. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുവാണ്. കാരണം നമുക്ക് ആ ഒരു ബേസിക് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂഷൻ ബാക്കിയിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു സിമ്പിൾ ബോണ്ടാണ്, സിമ്പിൾ കെമിക്കൽ കോമ്പൗണ്ട്. അതിനകത്ത് നമുക്ക് C∪C ഉണ്ട്. ഓക്കെ, അപ്പൊ C∪Cയുടെ മീനിങ് എന്താണ്? ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിന്റെ ഇലക്ട്രോൺസുകളെ ഒന്ന് റെപ്രസെന്റ് ചെയ്യുവാണ്. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 2 ഇലക്ട്രോണുകൾ ചേരുമ്പോഴാണ് ഒരു ബോണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അവർ രണ്ടുപേരും കൂടി കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഇലക്ട്രോൺ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് വഴിയിട്ടാണ് നമുക്ക് ഈ ഒരു ബോണ്ട് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഡോട്ട് മാത്രം ഇടുവാണ്. അതേപോലെ എന്തുണ്ട്? ഈ മേളത്തെ ബോണ്ട്
അതും എന്താണ് ഞാനിങ്ങനെ ഡോട്ടായിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇതിലെ താഴത്തെ ഇലക്ട്രോൺസുകൾ തമ്മിൽ ഉണ്ടാകുന്ന ബോണ്ട് എന്താണ്? ദറ്റ് ഈസ് സിഗ്മ ബോണ്ട് ആണ്. സിഗ്മ ബോണ്ട് വരാൻ കാരണം എന്താണ്? അതായത് നമ്മുടെ ഈ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നില്ലേ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ് കാർബണിന്റെ അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പോൾ കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ? 1s2 2s2, ഇതൊക്കെ ഓർമ്മയുണ്ടോ? 1s2 2s2 2p2. ഇപ്പൊ പഠിക്കണ്ട, അതായത് ഫോർമുലയിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഇതാണ് നമ്മുടെ കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിനകത്ത് എന്താ സ്പെസിഫൈ ചെയ്യുന്നത്? പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസുകൾ ഉണ്ട്? 2 ഇലക്ട്രോൺസുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ പി ഓർബിറ്റൽ എനിക്ക് ഇങ്ങനെ വരയ്ക്കാമല്ലോ, പി എക്സ്, പി വൈ, പി സെഡ്. ഓക്കെ, അപ്പൊ അതിൽ ഇലക്ട്രോൺസുകൾ എങ്ങനെയാണ്? ഓക്കെ, ആദ്യം എനിക്ക് പി എക്സിലും പി വൈയിലും വരാം, അതിന് നിർബന്ധമേ ഇല്ല. പി വൈയിലും പി സെഡിലും വരാം, പി എക്സിലും പി സെഡിലും വരാം. അത് ഇങ്ങനെ തന്നെ ഇലക്ട്രോൺ ഫില്ലാണെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് പി എസ് സെഡിലാകും, ഇതിൽ 3-ൽ ഏത് ഇലക്ട്രോൺ ഏതിൽ വേണമെങ്കിലും ഒക്യുപ്പൈ ചെയ്യാം. പക്ഷെ അവരെന്താണ് 2 ഇലക്ട്രോണേ വരാനും പാടുള്ളൂ. അവരെന്താണ് അൺപെയ്ഡ് കണ്ടീഷനിലുമാണ്. ആക്ച്വലി ഇത് എന്താണെന്നറിയോ, നമ്മളെ C2 ഇത് മോളിക്യൂൾ അല്ലേ വരുന്നത്. മോളിക്യൂൾ വരുമ്പോഴത്തേക്കിനും എംഒ തിയറി പോകും. എംഒ തിയറി വരുമ്പോൾ ശരിയാണ്, സിഗ്മ പി സെഡിനേക്കാൾ, അതായത് സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2 എന്ന് പറഞ്ഞിട്ട് മോളിക്യൂൾസിന് വേറൊരു കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കണക്ക് ഈ എന്താ ഈ ഇലക്ട്രോൺ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് മീനിങ് എന്താ? ഇപ്പൊ നമ്മൾ പി ഓർബിറ്റലിന്റെ ഡംബിൾ ഷേപ്പ് നമ്മൾ പഠിച്ചല്ലേ, ഇതിന്റെ മീനിങ് എന്താ? അതായത് ഈ ന്യൂക്ലിയസ് കഴിഞ്ഞിട്ട് ഈ ഒരു പൊസിഷൻ കണ്ട ഇതിന്റെ ഈ ഒരു കോർണർ ഇവിടെ എന്തില്ല, ഇലക്ട്രോണിനെ കാണാനുള്ള പോസിബിലിറ്റി ഇല്ല. ദെൻ ഇതിന്റെ ഏതോ ഒരു ഭാഗത്ത് ഇലക്ട്രോണിനെ കാണാനുള്ള പോസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് ഒരിക്കലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഇത് തന്നാലേ നമുക്ക് ജസ്റ്റ്, അതായത് ഇപ്പൊ ഈ ഒരു കോൺഫിഗറേഷൻ തന്നാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഈ ഇലക്ട്രോൺ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. ഇതിന്റെ കൂടെ നമുക്ക് വേറൊരു സാധനം കൂടി വേണം. നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് പറയാണ്. ക്വാണ്ടം നമ്പേഴ്സ് എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട് ഇലക്ട്രോൺസുകളുടെ. നമുക്കൊക്കെ അഡ്രസ് ഉള്ളതുപോലെ ഇലക്ട്രോൺസുകൾക്ക് അഡ്രസ് ഉണ്ട്. അല്ല, ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉണ്ട്. അത് ഏത് മെയിൻ ഷെല്ലിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞുതരും. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, അത് ഏത് സബ്ഷെല്ലിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞുതരും. ദെൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ട്. ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിലാണ് നമുക്ക് ഈ എക്സിലാണോ ഓറിയന്റ് ചെയ്തിരിക്കുന്നത്, വൈ ഡിറക്ഷനിലാണോ ഓറിയന്റ് ചെയ്തിരിക്കുന്നത്, ഇസഡ് ഡിറക്ഷനിലാണോ ഓറിയന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ആ എമ്മിന്റെ വാല്യൂ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ കൂടി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇലക്ട്രോൺസുകൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതിനകത്ത് ഇവര് ഡീജനറേറ്റ് ആണ്. ഓക്കെ, ഡീജനറേറ്റ് മീൻസ് ഈ പി എക്സ്, പി വൈ, പി സെഡ് 3 പേർക്കും സെയിം എനർജിയാണ്. പക്ഷെ 1s 2s 2p നോക്കുകയാണെങ്കിൽ അത് ഹാവ് ദി ഡിഫറെന്റ് എനർജീസ്. അതുകൊണ്ടാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഫിൽ ചെയ്യുന്നത്. പക്ഷെ പി എക്സ്, പി വൈ, പി സെഡ് വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഈ 3 ഓർബിറ്റലുകൾ ഡീജനറേറ്റ് ആണ്. ഡീജനറേറ്റ് മീൻസ് ദേ ഹാവ് സെയിം എനർജി. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിൽ ഏതാണ്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ലീവ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺസുകൾ ഇങ്ങനെയാണല്ലോ ഫില്ല് ചെയ്യുന്നത്. എന്താണ് ഇങ്ങനെ, അതായത് എന്താണ് പി ഓർബിറ്റലിൽ ഈ ഒരു രീതിയിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ആയിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്താ പി ഓർബിറ്റലിലെ പി ഇസഡ് ഉണ്ട്, സോറി ഇത് പി എക്സ്, നമ്മളത് എക്സ് വൈ ആണെങ്കിൽ ഇത് പി വൈ ഉണ്ട്, അതുപോലെ പി എക്സ് ഉണ്ട്, ഇത് പി ഇസഡ് ആക്കി പി എക്സ് ഉണ്ട്. ഞാൻ എന്തുണ്ട് വേറൊരു ആക്സിസ് എന്താണ് മറ്റൊരു ആക്സിസും കൂടെ ഉണ്ടല്ലോ, ഇസഡ് ആക്സിസിലും നമുക്ക് നിൽക്കുന്നത്. അതായത് ഡംബൽ ഷേപ്പ് ആണ് പി ഓർബിറ്റലിനുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ പൈ ബോണ്ട് അല്ലെങ്കിൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് നമുക്ക് നോർമലി പി ഇസഡ് ഓർബിറ്റലാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇസഡ് ആക്സിസിനെയാണ് നമ്മൾ മോളിക്കുലർ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് മെയിൻ ആക്സിസ് ആയിട്ട്, ആ മോളിക്യൂളിന്റെ മെയിൻ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പി ഇസഡ് ആക്സിസ് ആണ്. അപ്പൊ പി ഇസഡ് ആക്സിസിന്റെ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാല് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആണ്. ഓക്കെ, പി ഇസഡിന്റെ ഓവർലാപ്പിംഗ് എന്താണ്? എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു സിഗ്മ ഓർബിറ്റൽ കിട്ടുന്നത്. അത് ആ പി ഇസഡിന്റെ ഓറിയന്റേഷൻ നമ്മൾ അങ്ങനെ ആ ഒരു പഠിക്കുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ഇസഡ് ആക്സിസിനെ മോളിക്കുലർ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇസഡ് ആക്സിസിന്റെ അല്ലെങ്കിൽ പി ഇസഡ് ഓർബിറ്റലുകളുടെ ഈ പി ഇസഡ് ഓഫ് ഫസ്റ്റ് കാർബൺ ആണിത്. ഓക്കെ, ദെൻ പി ഇസഡ് ഓഫ് സെക്കൻഡ് കാർബൺ,
അവിടെ രണ്ടുപേർ, അതായത് ഒരാൾ മറ്റൊരാളുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്യുന്നത്, ഒരാറ്റം മറ്റൊരു ആറ്റത്തിന്റെ ഓർബിറ്റലുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് മൈൻഡിൽ വെച്ചേക്കണേ. അപ്പോൾ ഒന്നാമത്തെ കാർബണിന്റെ PZ ഓർബിറ്റൽ രണ്ടാമത്തെ കാർബണിന്റെ PZ ഓർബിറ്റലുമായിട്ട് ബോണ്ട് ചെയ്തു. എപ്പോഴും ശ്രദ്ധിക്കുക, ബോണ്ട് ചെയ്യുന്നത് സിമട്രി ഒക്കെ കറക്റ്റ് ആയിട്ട് വരണം കേട്ടോ. ഇക്വലന്റ് സിമട്രി, അതുപോലെ ഇക്വലന്റ് എനർജീസ്, അതായത് ഇക്വലന്റ് അല്ലെങ്കിൽ പോലും അപ്രോക്സിമേറ്റ് ഈക്വൽ എനർജീസ് ഒക്കെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ബോണ്ടിങ് നടക്കത്തുള്ളൂ. അപ്പൊ PZ, ആദ്യത്തെ കാർബണിന്റെ PZ രണ്ടാമത്തെ കാർബണിന്റെ PZ എങ്ങനെ നോക്കിയാലും അവര് ഓറിയന്റേഷനും പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഓറിയന്റേഷനും കറക്റ്റ് കോമ്പിനേഷൻ ആണ്, അതുപോലെ തന്നെ അവരുടെ സിമട്രിയും എനർജിയും ഒക്കെ എന്താണ്, ഇക്വലന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് PZും PZും തമ്മിലൊരു സ്ട്രോങ് ഓവർലാപ്പ് ആണ്. ആ സ്ട്രോങ് ഓവർലാപ്പ് ആണ് എന്തിന് കാരണമാകുന്നത്, സിഗ്മ ബോണ്ടിന് കാരണമാകുന്നത്. എന്തുകൊണ്ട് ഇത് പറയുന്നതെന്ന് വെച്ചാല് നമ്മുടെ സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അപ്പൊ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ സിഗ്മ ഇലക്ട്രോൺസ് ആർ മോർ സ്റ്റേബിൾ. ഇപ്പൊ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്ന ഇലക്ട്രോൺസുകൾ മോർ സ്റ്റേബിൾ ആണ്. അതിന്റെ കാരണം ഈ ഓവർലാപ്പിങ്, ഈ ഒരു ബോണ്ടില്ലേ, ഈ ഒരു ഓവർലാപ്പിങ് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് ഒന്നിന് മുകളിലേക്ക് മറ്റൊന്നിന് ഇടിച്ചു കയറാനായിട്ട് സാധിക്കും. അപ്പൊ എത്രത്തോളം ഈ ഒരു ഓവർലാപ്പിംഗ് കൂടുന്നുവോ അത്രത്തോളം ആ ബോണ്ട് സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിഗ്മ ബോണ്ടിന്റെ പ്രത്യേകത എന്താ, അത് സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇലക്ട്രോൺസുകൾ മോർ സ്റ്റേബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ബോണ്ടിനെ ബ്രേക്ക്, നോർമലി നമ്മുടെ പൈ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ സിഗ്മ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് എനർജി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു സിഗ്മ ബോണ്ടിലെ ഇലക്ട്രോൺസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സിഗ്മ ബോണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ? സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്, ഓർബിറ്റലുകളുടെ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് വഴിയിട്ടാണ് നമുക്ക്. ഓക്കെ, അപ്പൊ സിഗ്മ ബോണ്ട് ആർക്കൊക്കെ വരാം, S ഓർബിറ്റലിന് വരാം. S എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെറിക്കൽ ഷേപ്പ്. അപ്പൊ S ഓർബിറ്റലുകൾ ഇപ്പൊ 1s അല്ലെങ്കിൽ 2s അവർക്ക് മാക്സിമം ഏറ്റവും നല്ല സിഗ്മ ബോണ്ട് കിട്ടുന്ന ഇവർക്കാണ്. കാരണം ഒത്തിരി നമുക്ക് ഓവർലാപ്പിംഗിൽ ആ ഒരു എക്സ്റ്റൻഷൻ കൂടുതലാണ് ഇവിടെ. അപ്പൊ സിഗ്മ ബോണ്ടുകൾ കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ആണ്. അതുപോലെ Pയും Sഉം വരാം കേട്ടോ. നമ്മുടെ ഹൈഡ്രജനും കാർബണും CH ബോണ്ട് ഫോം ചെയ്തില്ല. അപ്പൊ ഹൈഡ്രജന്റെ 1sഉം കാർബണിന്റെ PZും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, സിഗ്മ ബോണ്ട് ഓവർലാപ്പിംഗ് പറ്റും. അപ്പൊ സിഗ്മ ബോണ്ട് കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ബോണ്ട് ആണ്. അതിലെ ഇലക്ട്രോൺസുകൾ മോർ സ്റ്റേബിൾ ആണ്. ഓക്കെ ആണോ? സിഗ്മ ഇലക്ട്രോൺസിന്റെ പ്രത്യേകത മനസ്സിലായോ? ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? സിഗ്മ ബോണ്ടിന്റെ കാര്യം ഓക്കെ, സിഗ്മ ഇലക്ട്രോൺസ്. ഇനി അത് മാത്രമാണോ ഉള്ളത്? അല്ല, ഇവിടെ നമുക്ക് പൈ ഇലക്ട്രോൺസ് കൂടി ഉണ്ട്. ഇപ്പൊ ഡബിൾ ബോണ്ട് ആണെങ്കിൽ അവിടെ ഒരു പൈ ഇലക്ട്രോൺസ് കൂടി ഉണ്ട്. ജസ്റ്റ് ഒന്ന് വരച്ചു കാണിക്കാം, ഒരു സെക്കൻഡ്. അപ്പോ ഈ കാർബൺ ഇങ്ങനെ ഇരിക്കുവാണേ. കാർബണില് നമുക്ക് ഓക്കെ PZ ഓർബിറ്റൽ ഉണ്ട്. കാർബണിന്റെ PZ വരയ്ക്കാൻ പോവാണേ. ഈ കാർബണിന്റെ PZ ഇത്. ഓക്കെ, PX ഓർബിറ്റൽ ഉണ്ട്, ദെൻ PY ഓർബിറ്റലും ഉണ്ട്. ഓക്കെ, അപ്പൊ മൊത്തം ഒരു പൂവായി പോയി അല്ലേ. ഓക്കെ, ഞാൻ ഫസ്റ്റ് PZ മാത്രം വരച്ചു തരാം. കാർബണും. അപ്പൊ ഒന്നാമത്തെ കാർബണിന്റെ PZ, അതുപോലെ രണ്ടാമത്തെ കാർബണിന്റെ PZ. കണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്, സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇനി ആരാളെ, ഇനി ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഇരിക്കുന്ന ഒരു ഓർബിറ്റലും കൂടി ഉണ്ട്. അത് PXോ PYയോ ആകാം കേട്ടോ. അപ്പൊ അവര് തമ്മിൽ എന്ത് ബോണ്ടാന്നറിയാമോ? ലാറ്ററൽ ഓവർലാപ്പിംഗ് ആണ്. ലാറ്ററൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ്. ഞാൻ നേരത്തെ കാണിച്ച കണക്ക് നമ്മുടെ PX എന്താണ്, ഇങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. സൈഡാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് സൈഡ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് ഓവർലാപ്പിംഗ്, ആ ഒരു എക്സ്റ്റൻഷൻ പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പൈ ബോണ്ട്സുകൾ സിഗ്മ ബോണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, വീക്ക് ബോണ്ടാണ്. ക്ലിയർ ആണോ? പൈ ബോണ്ട്സുകൾ സിഗ്മ ബോണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, വീക്ക് ബോണ്ടുകളാണ്. ഓക്കെ, അതിന്റെ മീനിങ് ഈ പൈ ബോണ്ടുകളുടെ ഇപ്പം ഞാൻ രണ്ട് സൈഡും വരച്ചതിന്റെ മീനിങ് അത് രണ്ട് പൈ ബോണ്ട് എന്നല്ല കേട്ടോ, ഒറ്റ പൈ ബോണ്ട് എന്നാണ് കേട്ടോ അതിനർത്ഥം. കാരണം ഒരൊറ്റ ഓർബിറ്റില് ഒന്നാമത്തെ കാർബണിന്റെ ഓർബിറ്റിലും രണ്ടാമത്തെ കാർബണിന്റെ ഓർബിറ്റ്, ആ രണ്ട് ലോബുകളുടെ കോമ്പിനേഷൻ ഓവർലാപ്പിംഗ് ആണ് കേട്ടോ ഈ രണ്ട് ഇതിലായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു സിഗ്മയും ഒരു പൈയും ഫോം ചെയ്തു. അപ്പൊ ഈ പൈ ബോണ്ടിലെ ഇലക്ട്രോൺസുകളുടെ പ്രത്യേകത എന്താ? ഇപ്പൊ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് നമുക്കിപ്പോ ഒരു കോൺജുഗേഷൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് ആണ് എന്നുണ്ടെങ്കിൽ ഈ പൈ ഇലക്ട്രോണുകൾ വീക്ക് ആണ്, അല്ലെങ്കിൽ ആ ബോണ്ട് വീക്ക് ആയതുകൊണ്ട് ഇലക്ട്രോൺസുകൾക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പൊ അതിന് തൊട്ടടുത്ത കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാർബണിന്റെ ഇവിടെയൊക്കെ വേറെ വാലൻസീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കാർബണിന്റെ വാലൻസി എക്സീഡ് ചെയ്യുന്ന സമയത്ത് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അവിടെ ഒരു ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. ഡീലോക്കലൈസേഷൻ. അപ്പൊ പൈ ഇലക്ട്രോൺസുകൾക്കാണ് എന്തുള്ളത്? ഡീലോക്കലൈസേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ക്ലിയർ ആണോ? അപ്പൊ ഡീലോക്കലൈസേഷൻ എന്നുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ ലോക്കലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഫിക്സ്ഡ് ആണ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. ഡീലോക്കലൈസ്ഡ് എന്ന് പറഞ്ഞാല് അത് പൈ ഇലക്ട്രോൺസ് ക്യാൻ മൂവ്. അവർക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പൈ ബോണ്ട് എന്താണ്? കുറച്ച് വീക്കാണ്. ക്ലിയർ ആയോ? ഇനി അപ്പൊ ഏതൊക്കെ ഇലക്ട്രോൺസിലായി? സിഗ്മ ഇലക്ട്രോൺസ് ആയി, പൈ ഇലക്ട്രോൺസിലായി. ഇനി എന്താ? ഇവിടെ ഒരു N കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ ഇവിടെ ഇടട്ടെ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആന്റി ബോണ്ടിങ് ആണ്. ഇനി ആരുണ്ട്? N ഇലക്ട്രോൺസ്. എന്താ N എന്ന് പറഞ്ഞാല്? സിംപ്ലി എന്താണത് മീൻ ചെയ്യുന്നത്? നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്. നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് മായ്ക്കുവാണേ. അപ്പൊ N എന്ന് പറഞ്ഞാൽ ആരാണ്? നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്. അപ്പൊ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് ബോണ്ടിങ്ങിന് ഏർപ്പെടാത്ത ഇലക്ട്രോണുകളാണ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസുകൾ എന്ന് പറയുന്നത്. അത് ഞാൻ ജസ്റ്റ് വാട്ടർ വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വാട്ടറിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇപ്പൊ വാട്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ 2 ഇലക്ട്രോൺസിൽ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ. ഈ 2 കൊമ്പ് എന്താണ്? അത് പി ഓർബിറ്റൽ ആണ് കേട്ടോ. പി ഓർബിറ്റലിന്റെ ലോബാണ് കാണിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നോൺ ബോണ്ടിങ് വന്നതെന്നറിയോ? നമ്മളെ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 1s2, 2s2, 2p4 ആണ്. അപ്പൊ 2p4 ആവുമ്പോഴത്തേക്കിനും ഇതാ നോക്കിക്കോണേ, നമ്മുടെ വാലൻസ് ഷെല്ലുകൾ എന്ന് പറഞ്ഞാല് 2s വരും, 2p വരും. അതെന്തുകൊണ്ടാണ് 2 വന്നേ? നോക്കിക്കേ, അവർ രണ്ടുപേരും 2 2 അല്ലേ? ദാറ്റ് മീൻസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണ്. അപ്പൊ കംപ്ലീറ്റ് നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ തന്നെ നമ്മൾ 2 6 എന്നല്ലേ നമ്മൾ മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കുഞ്ഞു ക്ലാസ്സിൽ അങ്ങനെയല്ലേ പഠിക്കുന്നത്? 2 6 എന്നല്ലേ പഠിക്കുന്നത്? അപ്പം അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ ഉണ്ട്. അതാണ് അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ്. അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ വരച്ചു? പി ഓർബിറ്റൽ, നമ്മുടെ എസ് ഓർബിറ്റൽ ഇവിടെ ഉണ്ട്, പി ഓർബിറ്റൽ ഇവിടെ ഉണ്ട്. അപ്പൊ S2s എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. 2p 1 2 3 4. എപ്പോഴും നമ്മൾ സിംഗിളി ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ പെയർ ചെയ്യാവുള്ളൂ. ഇത് 2p ആയി. ഇനി ആരാ വരാൻ പോണത്? 2 ഹൈഡ്രജൻ ആണല്ലേ. അപ്പൊ ഈ 2 ഹൈഡ്രജൻ എങ്ങനെ ഇരിക്കുകയാണ്? ഹൈഡ്രജന് 1s1 ആണ്. ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ആ 1 ഇലക്ട്രോണുകളാണ് ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഈ 2 ഓർബിറ്റലുകളുടെ പ്രത്യേകത എന്താ? ദേ ആർ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ്? ഒരു സിംഗിൾ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ആ 2 ഓർബിറ്റലും ഓരോ ഇലക്ട്രോണുകൾ വരാനുള്ള ഒരു വേക്കൻസി ഉണ്ടല്ലേ. അപ്പൊ ആദ്യത്തെ ഹൈഡ്രജൻ വരുന്നു, രണ്ടാമത്തെ ഹൈഡ്രജനും വന്നു. അങ്ങനെയാണ് നമുക്ക് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലൊക്കെ കിട്ടുന്നത്. അങ്ങനെയാണ്. അപ്പൊ ബോണ്ട് ചെയ്തല്ലോ. അപ്പൊ ഓക്സിജൻ കിട്ടി, അതിന്റെ ഒരു ലോബ്, ഒരു പി ഓർബിറ്റലിലേക്ക് ഒരു ഹൈഡ്രജനും കൊടുത്തു, അടുത്ത പി ഓർബിറ്റലിലേക്ക് അടുത്ത ഹൈഡ്രജനും വന്നു. അങ്ങനെ അവര് ബോണ്ടാണ് ഫോം ചെയ്ത്. ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വന്ന് പെയർ ചെയ്തു, രണ്ടാമത്തെ ഹൈഡ്രജൻ ഇലക്ട്രോൺ വന്ന് പെയർ ചെയ്തു. അപ്പൊ ബോണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺ മതി? ഈ 2 സെറ്റ് അല്ലെ, 2pയിലെ ഈ 2 സെറ്റ് മാത്രമാണ് എന്തുള്ളത്? ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. അതേപോലെ അതേ സെയിം എനർജി, ഇക്വലന്റ് എനർജി വരുന്ന 2pയിൽ ഒരാൾ വെറുതെ നിൽപ്പുണ്ട്, 2sലും ബാലൻസ് ഇലക്ട്രോൺ വെറുതെ നിൽക്കുവാണ്. അവർ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടോ? ഇല്ല. അതുകൊണ്ടാണ് അവരെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ എപ്പോഴും ഓക്സിജന്റെ മാക്സിമം വാലൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ് ഓക്സിജന്റെ വാലൻസിയും വാലൻസ് ഇലക്ട്രോൺസും ഡിഫറെന്റ് ആണ്. വെച്ചാല് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ കംപ്ലീറ്റ് ഇലക്ട്രോൺസുകൾ, വാലൻസി ഇലക്ട്രോൺസ്. വാലൻസി എന്ന് പറഞ്ഞാൽ അവർ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യുന്നുവോ അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണെ കളയുന്നു, അതാണ് വാലൻസി. അത് രണ്ടും ഡിഫറെന്റ് ആണ്. ചിലർക്ക് സെയിം ആയിട്ട് വരും, പക്ഷെ ഓക്സിജൻ എന്തില്ല? ഓക്സിജന് വാലൻസ് ഇലക്ട്രോൺസും വാലൻസിയും ഡിഫറെന്റ് ആണ്. വാലൻസി ഓക്സിജന് 2 ആണ്. അതുകൊണ്ടാണ് 2 ബോണ്ട് മാത്രം വന്നത്. അപ്പൊ ബാക്കി 2 ഇലക്ട്രോൺസ് എന്താണ്? വാലൻസ് ഇലക്ട്രോൺ അവിടെ ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ ഇരിക്കുവാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടില് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസുകൾ എവിടെയൊക്കെ വരാം? കാർബണൈൽ കോമ്പൗണ്ട് ഉണ്ട്. കാർബണൈൽ കോമ്പൗണ്ടിൽ നമ്മുടെ ഓക്സിജൻ ഉണ്ട്. ഓക്സിജന് 2 ലോൺ പെയർ ഉണ്ട്. അതേപോലെ NH2 ഗ്രൂപ്പ്, നൈട്രജന് നമുക്ക് നൈട്രജന്റെയും ഈ പറയുന്നത് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എഴുതി നോക്കിയാൽ മതി. അപ്പൊ നൈട്രജനും എന്തുണ്ട്? ഒരു ലോൺ പെയർ ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ലോൺ പെയർസ് വരുന്ന നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ
കാർബൺ അല്ലാത്ത ഏതൊരു ആറ്റം വന്നാലും അവരെ നമ്മൾ ഹെറ്ററോ ആറ്റം എന്നാണ് വിളിക്കുന്നത്. ഹെറ്ററോ ആറ്റം. കാർബൺ അല്ലാതെ ഏത് അതർ ആറ്റം വന്നാലും അവരെ നമ്മൾ ഹെറ്ററോ ആറ്റം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസിൽ എവിടെ വരത്തുള്ളൂ? ഹെറ്ററോ ആറ്റം. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആരാണ്? ഓക്സിജൻ വരാറുണ്ട് അല്ലെ? ആൽക്കഹോളിൽ വരാറുണ്ട്. ആൽക്കഹോളിൽ എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഓക്സിജന് ലോൺ പെയർ ഉണ്ട്. അതുപോലെ ഈത്തർ ഉണ്ട്. ഈത്തർ എന്ന് പറഞ്ഞാലും എന്താണ്? ഓക്സിജൻ ആണ്. അതുപോലെ ആൽക്കോക്സി എന്ന് നമ്മൾ പറയും. അവിടെ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. അമീൻ ആണ് ആര്? NH2. അതുപോലെ അമീന്റെ വേറെ ഡെറിവേറ്റീവ് ആണ് NHR. ആൽഡിഹൈഡ് CHO. അവിടെ CHO ഇവിടെ ഉണ്ട് നമുക്ക് ലോൺ പെയർസ്. ആസിഡ് ഉണ്ട് COOH ഉണ്ട്. ഇവിടെ ഉണ്ട് നമുക്ക് ലോൺ പെയർസ്. അത് രണ്ട് സൈറ്റുകളുണ്ട്. രണ്ട് ഡിഫറെന്റ് സൈറ്റുകളുണ്ട്. കാർബണൈൽ കാർബൺ ഓക്സിജനും ഉണ്ട്, അല്ലാതെ ആൽക്കഹോൾ വരുന്ന ഓക്സിജനും ഉണ്ട്. അതുപോലെ എസ്റ്റേഴ്സ്, ഇതൊക്കെ എന്താണ്? ഹെട്രോ ആറ്റങ്ങൾ വരുന്നതാണ്. അപ്പൊ ഇവർക്ക് എന്തുണ്ട്? ലോൺ പെയർസുകൾ ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എന്താണ്? ഈ ഇലക്ട്രോൺസുകളെ ട്രാൻസിഷൻ ആണ്. എസ്പെഷ്യലി സിഗ്മ ഇലക്ട്രോൺസ്, പൈ ഇലക്ട്രോൺസ് ആൻഡ് N ഇലക്ട്രോൺ. ഓക്കെ, നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ്, ഇവരുടെ ട്രാൻസിഷൻ ആണ് നമുക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ മോളിക്യൂളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി വഴിയിട്ട്? കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട് ഉള്ളവരെ കണ്ടുപിടിക്കാം. കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉള്ളവരെ കണ്ടുപിടിക്കാം. ദെൻ ആരോമാറ്റിക് കോൺജുഗേഷനെ കണ്ടുപിടിക്കാം. എന്താ ആരോമാറ്റിക് എന്ന് പറഞ്ഞാല്? ബെൻസീൻ്റെ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ബെൻസീൻ എന്നുള്ള സ്ട്രക്ചർ കേട്ടിട്ടുണ്ടോ? അതിൽ നമ്മൾ ഇങ്ങനെയാണ് ഡബിൾ ബോണ്ട് വരയ്ക്കുന്നത്. ഇതെന്താണ്? ആരോമാറ്റിക് ആണ് കേട്ടോ, ആരോമാറ്റിക് കോമ്പൗണ്ട്. അപ്പൊ ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഇനിയുള്ളത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഫ്രം ബീറ്റ ഗാമ അനലോഗ്സ്. അതൊന്നുമില്ല, നമ്മുടെ ആൽഫ ബീറ്റ ഇത് വായിക്കാലോ. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാലേ ഇപ്പൊ നമ്മളുടെ കാർബണൈൽ കോമ്പൗണ്ട് ഇതാണേ. അപ്പൊ കാർബണൈൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത പൊസിഷൻ ആണ് നമ്മുടെ ആൽഫ പൊസിഷൻ. അതിനുശേഷം ബീറ്റ, ദെൻ ഗാമ, ഇങ്ങനെ പോകും. അത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത കാർബണിനെയാണ് നമ്മൾ ആൽഫ കാർബൺ, അതിന്റെ അടുത്ത ബീറ്റ ഗാമ എന്ന് പറയും. അപ്പോൾ ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ ഡബിൾ ബോണ്ട്. അപ്പോൾ കാർബണൈൽ കോമ്പൗണ്ട് ഇവിടെ നോക്കിയിട്ട് ഒരു കോൺജുഗേഷൻ പോസിബിൾ ആണ്. ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ട് ഓൾട്ടർനേറ്റ് ആണ്, ഇവിടെ ഒരു കോൺജുഗേഷൻ പോസിബിൾ ആണ്. അപ്പൊ ഈ കോൺജുഗേഷൻ ഉള്ള ആൽഫ ബീറ്റയ്ക്ക് ഒരു ലാംഡ മാക്സ് ആണ്, അതായത് മാക്സിമം അബ്സോർപ്ഷൻ ഉള്ള വേവ് ലെങ്ത്. അതേസമയം നമ്മുടെ ബീറ്റ ഗാമ നോക്കാലോ. ഓക്കെ, ബീറ്റ ഗാമ ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. ഇവിടെ കോൺജുഗേഷൻ പോസിബിൾ ആണോ? അല്ല. ഇവിടെ ഈ ഇലക്ട്രോൺസ്, ഈ പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, പക്ഷെ ഇവിടെ നിന്ന് മേലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു കണ്ടിന്യൂഷൻ വരുന്നുണ്ടോ പൈ ബോണ്ടുള്ള ഷിഫ്റ്റിങ്ങിന്? ഇല്ല. അതുകൊണ്ട് ഇതിന് എന്തില്ല? കോൺജുഗേഷൻ ഇല്ല. അപ്പൊ കോൺജുഗേഷൻ ഇല്ലാത്ത ഈ ഒരു ഇതിന് വേറെ ഒരു ലാംഡ മാക്സ് ആയിരിക്കും, മാക്സിമം അബ്സോർബൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് UV എടുത്തു കഴിഞ്ഞാൽ ആൽഫ ബീറ്റ സാച്ചുറേഷനും അൺസാച്ചുറേഷനും പറയാൻ പറ്റും, ബീറ്റ ഗാമ ഏതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ഈ എക്സ്റ്റൻഡഡ് കോൺജുഗേഷൻ, ഈ ഒരു കോൺജുഗേഷൻ വരുന്നെങ്കിൽ നമ്മുടെ ലാംഡ മാക്സ് ഇൻക്രീസ് ചെയ്യും. ലാംഡ മാക്സിന്റെ മാക്സിമം അബ്സോർപ്ഷൻ മാക്സിമം ഒരു വേവ് ലെങ്തിലേക്ക് പോകും. പക്ഷെ താഴത്തെ ഈ ഒരു അനലോഗസ് ഉണ്ടല്ലോ, ഈ ഒരു സ്പീഷീസ് ബീറ്റ ഗാമ, ഇവർക്ക് എന്തില്ല? കോൺജുഗേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലാംഡ മാക്സ് ആയിരിക്കത്തില്ല, മറ്റൊരു വേവ് ലെങ്തിലായിരിക്കും മാക്സിമം അബ്സോർപ്ഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി എന്താ? ദെൻ അടുത്ത ആരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്? ഹോമോ അനുലാർ ആൻഡ് ഹെറ്ററോ അനുലാർ. അത് ഇത്രയും. ഹോമോ അനുലാർ ആൻഡ് ഹെറ്ററോ അനുലാർ. ഹോമോ അനുലാർ മീൻസ് ഈ ഡബിൾ ബോണ്ട് എല്ലാം ഒരു റിങ്ങിലെയാണ്. ഹോമോ അനുലാർ മീൻസ് സെയിം റിങ്. അനുലാർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ റിങ്ങിനെയാണ് കേട്ടോ, റിംഗ് കോമ്പൗണ്ടിനെയാണ്. ഹെറ്ററോ അനുലാർ എന്ന് പറഞ്ഞാലോ, ദാറ്റ് ഈസ് ദി ഡബിൾ ബോണ്ട് ഇൻ ദി ഡിഫറെന്റ്. അതുകൊണ്ട് ഇവിടെ കോൺജുഗേഷൻ കണ്ടോ, നമ്മുടെ കോൺജുഗേഷൻ ഇവിടെ ആ ഒരു എക്സ്റ്റൻഡഡ് കോൺജുഗേഷൻ വരുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള റിങ്ങുകളാണ്. അതാണ് ഹെറ്ററോ അനുലാർ. ഇവർക്കൊക്കെ ഓരോ ലാംഡ മാക്സ്, ലാംഡ മാക്സിമം, ലാംഡ മാക്സിന്റെ വാല്യൂ ഡിഫറെന്റ് ആണ്. ഹെറ്ററോ അനുലാർ, ഹെറ്ററോ മീൻസ് എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലെ? അപ്പോ ഡിഫറെന്റ് റിങ്ങുകൾ, ഓക്കെ, അല്ലെങ്കിൽ രണ്ട് റിങ്ങുകളിൽ വരുന്നതാണ്. ഡബിൾ ബോണ്ട് ഒന്നര വരച്ചത്. അപ്പോ ഓക്കെ, നമ്മുടെ റിങ് ഇതാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് റിങ് ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഞാൻ ആദ്യം ഒരു ഡബിൾ ബോണ്ട് വരയ്ക്കുവാണേ. ഇതിന്റെ മീനിങ് എന്താ? ദാറ്റ് ഈസ് ഈ ഒരു റിങ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഡബിൾ ബോണ്ടുകളെല്ലാം ഹോമോ അനുലാർ ആണെന്ന് പറയാം. കാരണം ആ ഡബിൾ ബോണ്ടുകളെല്ലാം സെയിം റിങ്ങിലാണ്. ഇനി ഒരു കണ്ടീഷനും കൂടിയുണ്ട്.
ഈ റിങ്ങിൽ ഒരു ഡബിൾ ബോണ്ട്, അടുത്ത റിങ്ങിൽ മറ്റൊരു ഡബിൾ ബോണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ഡബിൾ ബോണ്ടുകളുടെ പ്രത്യേകത എന്താ? നമുക്ക് ഇവിടെ കോൺജുഗേഷൻ പോസിബിൾ ആണ്. നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അതേസമയം ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ ഒരു എന്തുണ്ട്? എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ. എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ. ആ എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ രണ്ട് ഡിഫറെന്റ് റിങ്ങിലാണ് നടക്കുന്നത്. ആ ഡിഫറെന്റ് റിങ് ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഹെറ്ററോ അനുലാർ എന്ന് വിളിക്കുന്നു. അതേസമയം ഈ നിങ്ങൾക്ക് ഈ നമ്മുടെ പൈ ഇലക്ട്രോൺസിന്റെ ഷിഫ്റ്റിംഗ് എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് അറിയാമോ? അത് പഠിക്കണം. അത് ഓർഗാനിക്കിലാണ് ആ ഒരു സംഭവം വരുന്നത്. നമ്മൾ ഇങ്ങനെ വരച്ചില്ലേ, വരച്ചപ്പോഴത്തേക്കിനും അതെ ഈ റിങ്, ഈ ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക്, +2 അത് ലാസ്റ്റ് പഠിച്ചിട്ടുള്ളത്. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കാർബണിന്റെ വാലൻസി 5 ആയി പോകും. മാക്സിമം വാലൻസി 4 വരാവും. അപ്പൊ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ കാർബണിന്റെ വാലൻസി കൂടുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഈ കാർബൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്താണ്? ഡബിൾ ബോണ്ടുകളുടെ സ്ഥാനം മാറ്റം വരും അല്ലെ? പ്ലേസ് ആ ഒരു ഇൻ ബിറ്റ്വീൻ ഏതാന്നുള്ളത് മാറി വരും, ഇങ്ങനെ വരും. ഓക്കെ, പക്ഷെ ഇക്വലന്റ് ആണ്. അത് രണ്ട് മോളിക്യൂൾ ഇക്വലന്റ് ആണ്. ജസ്റ്റ് പൈ ബോണ്ടുകളുടെ ഡീലോക്കലൈസേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഈ ഇവിടുത്തെ കോൺജുഗേഷൻ, എക്സ്റ്റേണൽ കോൺജുഗേഷൻ എന്താണ്? ഇറ്റ്സ് ഹോമോ അനുലാർ ആണ്. ഇപ്പൊ ക്ലിയർ ആയോ എന്താ ഹോമോ അനുലാർ, ഹെറ്ററോ അനുലാർ എന്ന്? അപ്പോ യു വി വിസിബിളിന്റെ ബേസിക് മനസ്സിലായി. ഇതാണ് നമ്മുടെ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. അതായത് എക്സൈറ്റേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യാം, പൈ ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യാം, ആൻഡ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മള് അത് ബേസിക് ആണേ. ബേസിക് മനസ്സിൽ വെച്ചാൽ നമുക്ക് ബാക്കി ഇതിന് ആവശ്യമുണ്ട്. അതിന് മുന്നേ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അബ്സോർപ്ഷൻ ലോസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഓൾറെഡി, നമ്മൾ ആദ്യമേ പറഞ്ഞു യു വി വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിക് എക്സാമ്പിൾ ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? അപ്പോൾ ഈ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ രണ്ടും ഒരേ കൺസെപ്റ്റ് തന്നെയാണ്, ജസ്റ്റ് റിവേഴ്സ് വരുന്നേ ഉള്ളൂ. ഓക്കെ, അവരെ രണ്ടുപേരെ സ്റ്റഡി ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്മിറ്റഡ് റേയെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിന് നമുക്ക് രണ്ട് ലോകളുണ്ട്, ലാംബേർട്സ് ലോ ആൻഡ് ബിയേഴ്സ് ലോ. അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി നമ്മൾ ഇതിനെ കൂടി കോമ്പിനേഷൻ ആണ് പഠിക്കുന്നത്, ബിയേഴ്സ് ലാംബേർട്സ് ലോ. ബിയർ ലാംബേർട്സ് ലോ എന്ന് പറയും. അതെന്താന്നുള്ളത് നോക്കാമേ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലാംബേർട്സ് ലോ ആണ്. എന്താ ലാംബേർട്സ്? രണ്ട് ഡിഫറെന്റ് ലോ ആണ് കേട്ടോ. രണ്ട് ഡിഫറെന്റ് സയന്റിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്ത ലോ ആണിത്. ഏതാണ്? സെപ്പറേറ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്ത ലോ ആണ്. അപ്പൊ ലാംബേർട്സ് ലോ പറയുന്നതെന്ന് വെച്ചാല് നമ്മളെ ഒരു ലൈറ്റ് വന്ന് അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ വന്ന് ഒരു സാമ്പിളിൽ വന്ന് വീണു. അപ്പൊ സാമ്പിളിലെ മാറ്റർ അല്ലെങ്കിൽ മോളിക്യൂൾ അതിനെ അബ്സോർബ് ചെയ്തിട്ട് ബാക്കി എന്ത് ചെയ്തു? എമിറ്റ് ചെയ്തു. ബാക്കി ട്രാൻസ്മിറ്റ് ചെയ്തു പോയി. അപ്പൊ അവിടെ ഒരു റേഡിയേഷൻ, ആദ്യത്തെ റേഡിയേഷന്റെ ഫ്രീക്വൻസിയിൽ ഒരു വ്യത്യാസം വന്നില്ലേ, ഒരു കുറവ് വന്നില്ലേ? അതായത് ലാംബേർട്സ് ലോ പറയുന്നതെന്ന് വെച്ചാല് ആ ഡിക്രീസ്, ആ ഒരു ഇൻസിഡന്റ് റേഡിയേഷന്റെ ഡിക്രീസ്, ആ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ഒരു ഇന്റൻസിറ്റിയുടെ ഡിക്രീസ് വിത്ത് ദി തിക്നെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇൻസിഡന്റ് റേഡിയേഷൻ ആണ്. ഒന്നുകൂടെ പറയാൻ മനസ്സിലായിട്ടില്ല വിചാരിക്കുന്നു. di/dx അല്ലെങ്കിൽ dxോ നിങ്ങൾ തിക്നെസ്സിന് എന്ത് വേണമെങ്കിലും എടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു ki എന്നാണ് ഇക്വേഷൻ വന്നിരിക്കുന്നത്. എന്താ di/dx എന്ന് പറയുന്നത്? di/dx, i എന്ന് പറഞ്ഞാല് ഇന്റൻസിറ്റി ആണ്. അപ്പൊ ഇന്റൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു തിക്നെസ്. നമ്മളിപ്പോ ഒരു ബീക്കറിലാണ് നമ്മൾ എടുത്തതെന്ന് പറഞ്ഞില്ലേ, ബീക്കറിലാണ് സാമ്പിൾ എടുത്തത്. അപ്പൊ ആ ബീക്കറിന്റെ ലെങ്ത്, അതാണ് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് കേട്ടോ. തിക്നെസ് എന്ന് പറഞ്ഞാല് ആ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന ആ സാമ്പിളിന്റെ അല്ലെങ്കിൽ ആ ഒരു ക്യുവറ്റ് എന്ന് പറയട്ടോ. ക്യുവറ്റ് എന്നാണ് ആ ഒരു നമ്മൾ യു വി എടുക്കുന്ന ആ സാമ്പിളെ നമ്മൾ ക്യുവറ്റ്, ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൊരു നമ്മൾ ടെസ്റ്റ് ട്യൂബ് പോലെ ഇരിക്കുവാണ് കേട്ടോ. അത്രേ ഉള്ളൂ. അതിനെ ക്യുവറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ക്യുവറ്റിന്റെ ആ ഒരു ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു തിക്നെസ് ആണ് എന്തെന്ന് പറയുന്നത് എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സോ ഏത് വേർഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. സിംപിളി എന്താണ്? തിക്നെസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇന്റൻസിറ്റി കുറയുകയാണല്ലോ, അതുകൊണ്ടാണ് നമുക്കിവിടെ നെഗറ്റീവ് ചാർജ് പറയുന്നത്. അപ്പോൾ ദ ഡിക്രീസ് ഇൻ ദി ഇന്റൻസിറ്റി ഓഫ് റേ അല്ലെങ്കിൽ റേഡിയേഷൻ വിത്ത് റെസ്പെക്ട് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ദി തിക്നെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇൻസിഡന്റ് റേഡിയേഷൻ, ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. വന്ന് വീഴുന്ന ലൈറ്റിന് ഒരു ഇന്റൻസിറ്റി ഉണ്ട്. വന്ന് വീഴുന്ന ലൈറ്റിന് ഒരു ഇന്റൻസിറ്റി ഉണ്ട്. അത് ഇപ്പുറം വരുമ്പോഴത്തേക്കിന് അതിൽ എന്താണ്? ഒരു കുറവ് സംഭവിച്ചു അല്ലെ? ആ കുറവെന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു തിക്നെസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ വന്ന് വീഴുന്ന ഇന്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് എന്ത് പറയുന്നത്? ലാംബേർട്സ് ലോ പറയുന്നത്. ജസ്റ്റ്
ഇതിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, di/dx എന്ന് പറയുന്നത് മൈനസ് di/dx എന്ന് പറയുന്നത് എന്തിന്, കെ ഐ. അപ്പൊ ഇനി എന്താ ചെയ്യുന്നത്, സെയിം ടേമുകളെ ഒരേ സൈഡിലേക്ക് കൊണ്ടുവരാം അല്ലെ. അപ്പോ di/i ഇസ് ഈക്വൽ ടു മൈനസ് കെ ഡി എക്സ് എന്ന് എഴുതാമല്ലോ. ഇനി എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഇന്റഗ്രൽ ഓവർ di/i ഇസ് ഈക്വൽ ടു മൈനസ് കെ ഡി എക്സ് എന്ന് വരും അല്ലെ. എന്താ ഇന്റഗ്രൽ ഓവർ di/i എന്താ, ln i അല്ലേ, ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് പ്ലസ് സി എന്ന് വരും അല്ലെ, ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ഇനി എന്താ ചെയ്യാം, നമ്മൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് ഈ സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. കണ്ടീഷൻസ് ഇത്രയേ ഉള്ളൂ. അതായത് ഇൻസിഡന്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞാല്, അതായത് വന്ന് വീഴുന്ന ഇൻസിഡന്റ് റേഡിയേഷൻ ഐ ഇസ് ഈക്വൽ ടു I0 ആണ്. എപ്പോഴ്, വെൻ ദി തിക്നെസ് ഇസ് ഈക്വൽ ടു 0. അതായത് നമ്മളിപ്പോ ക്യുവറ്റ് ഇവിടെ വന്ന് വീഴുവാണ്, ഇവിടെ വന്ന് തുടക്കത്തിൽ എന്തില്ല, തിക്നെസ് ഇല്ലല്ലോ, തിക്നെസ് 0 അല്ലേ. അപ്പോ ആ ഒരു തിക്നെസ് 0 ആയിരിക്കുന്ന സമയത്ത് ഇന്റൻസിറ്റി എന്താണ്, ഇന്റൻസിറ്റി I0 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും, ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിയുടെ വാല്യൂ എന്ത് കിട്ടും, സിയുടെ വാല്യൂ ln I0 എന്ന് വരും അല്ലെ. അങ്ങനെയല്ലേ വരുന്നത്. നമുക്ക് ടോട്ടൽ ഓവറോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ln i ഇസ് ഈക്വൽ ടു മൈനസ്, ഇത് അറിയാം നിങ്ങൾക്ക് മാത്സ് അറിയാവുന്നതല്ലേ, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളേ, ln I0 എന്ന് വരും. ദെൻ ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, ln i മൈനസ് ln I0 ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് വരും അല്ലെ. ഇനി എങ്ങനെ എഴുതാം, ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ഇങ്ങനെ ഡിവിഷൻ ആയിട്ട് എഴുതിക്കൂടെ, I/I0 എന്ന് വരില്ലേ, I0 ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് വരും. ഇതിന് എനിക്ക് മൈനസ് മൈനസ് വെട്ടിക്കളയാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റിവേഴ്സ് ചെയ്താൽ പോരെ. ഇതിന്റെ മീനിങ് എന്താ, മൈനസ് ln I0/i ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. അപ്പൊ മൈനസും മൈനസും വെട്ടിപ്പോയി. ഫൈനൽ ഇക്വേഷൻ പഠിച്ചാൽ മതി കേട്ടോ, ഫൈനൽ ഇക്വേഷൻ പഠിച്ചാൽ മതി. ln I0/i ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ്. ഇനി എന്ത് ചെയ്യാം, നാച്ചുറൽ ലോഗരിതത്തിൽ നമുക്ക് 10 പവർ ആയിട്ട് എഴുതിക്കൂടെ, ബേസ് 10 ആക്കി എഴുതിക്കൂടെ. എങ്ങനെ വരും, 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണല്ലോ. അപ്പൊ ലോഗ് I0/i ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, കെ എക്സ് ഡിവൈഡ് ബൈ 2.303. അപ്പൊ കെയും ഒരു കോൺസ്റ്റന്റ് ആണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. 2.303 ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെ നമുക്ക് സപ്പോസ് ആൽഫ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ആൽഫ കൊണ്ട് എടുക്കാം, ആൽഫ ഇൻറ്റു എക്സ്. ലോഗ് I0/i ഇസ് ഈക്വൽ ടു ആൽഫ എക്സ്. അതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പൊ ഇത് നോക്കണ്ട, നമ്മൾ ലോഗ് ഇട്ട് തന്നെ പഠിച്ചാൽ മതി. നമ്മൾ അതാണ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാനായിട്ട് എളുപ്പം അതാണ്. ഇപ്പൊ ലോഗ് I0/i അങ്ങനെയാണ് വരുന്നത്. I0/i ഇസ് ആൽഫ ഇൻറ്റു ബി, വേർ ആൽഫ എന്താണ്, ആൽഫ ഇസ് ദി എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ അബ്സോർബൻസ് ഇൻഡെക്സ് എന്നും പറയാമേ. എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ അബ്സോർബൻസ് ഇൻഡെക്സ്, എത്രത്തോളം ആ ഒരു അബ്സോർബൻസിനെ നമ്മൾ കാണിക്കാൻ വേണ്ടിയുള്ള ആ ഒരു മെഷർ ആണ് എന്ത്, ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ പഠിച്ചാൽ മതിയേ. ഫസ്റ്റ് മനസ്സിലായോ എന്താ ലാംബേർട്സ് ലോ പറയുന്നത്, ലാംബേർട്സ് ലോ പറയുന്നത് ഡിക്രീസ് ഇൻ ദി ഇന്റൻസിറ്റി വിത്ത് തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇസ് പ്രൊപ്പോർഷണൽ ടു ദി ഇൻസിഡന്റ് റേ ആണ്. ദെൻ ഫൈനലി ഇക്വേഷൻ എന്ത് വരും, ലോഗ് I0/i ഇസ് ആൽഫ ഇൻറ്റു എക്സ് എന്ന് വരും. ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ആൽഫ ഇസ് ദി എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ അബ്സോർബൻസ് എന്നും നമുക്ക് പറയാം. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.